നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് വിമർശനങ്ങൾ നേരിടാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ഒരുപാട് വിമർശനങ്ങൾ ആൾക്കാർ നമ്മളെപ്പറ്റി പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ നേരിടുമ്പോൾ പലപ്പോഴും അതിനോട് പല ആൾക്കാർക്കും പലപ്പോഴും അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, ചിലർക്ക് ദേഷ്യം വരും, ചിലർക്ക് സങ്കടം വരും, ചിലർ വളരെ ശക്തമായി അതിനെ പ്രതികരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ വിമർശിക്കുന്ന ആ ഒരു വ്യക്തിയേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് നിങ്ങൾ. അല്ലെങ്കിൽ അയാൾക്കില്ലാത്ത എന്തോ ഒരു കഴിവ്, എന്തോ ഒരു സ്പെഷ്യാലിറ്റി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്നവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ വിമർശനത്തിനുള്ളൊരു വിഷയമായിട്ട് നിങ്ങളെ തിരഞ്ഞെടുത്തത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവരെക്കാൾ ബെറ്റർ ആണ്. ഇനി എപ്പോഴും വളരെ ഡിസ്ട്രക്റ്റീവായിട്ട് നിങ്ങളെപ്പറ്റി കുറ്റങ്ങൾ മാത്രം അല്ലെങ്കിൽ വളരെ മോശമായിട്ട് നെഗറ്റീവായിട്ട് ക്രിറ്റിസിസം പറയുന്ന ആൾക്കാരുടെ ഒരേ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്നൊരു മനസ്സുഖമാണ്. കാരണം ഇത് കേട്ട് നിങ്ങൾ വളരെ ദേഷ്യത്തിൽ പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു റിയാക്ഷനാണ് അവർക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക, വിമർശനങ്ങൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ എടുക്കണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കരയാനോ ദേഷ്യത്തിൽ പ്രതികരിക്കാനോ ഒന്നും പോവാതിരിക്കുക. വിമർശനങ്ങൾ എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് വന്നാലും അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണ് ആൾക്കാർ പറയുന്നതെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്കത് പോസിറ്റീവായിട്ട് എടുക്കാം. ഇനി ശരിക്കും പോസിറ്റീവായിട്ട് നമ്മളെ ക്രിറ്റിസിസം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർ, നമ്മുടെ അധ്യാപകർ, അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്, നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സ്, അവർക്കൊക്കെ നമുക്ക് വരുന്ന ആ ഒരു പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് വളരെ നന്നായിട്ട് നമ്മൾ ലൈഫിൽ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം പറയുന്നത് നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുക എന്നുള്ളതാണ്. ഇനി പലപ്പോഴും എപ്പോഴും നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആൾക്കാർ ഇങ്ങനെ ക്രിറ്റിസിസം പറയും. അപ്പോഴൊക്കെ നമ്മളെപ്പറ്റി സ്വയം ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ട്, എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ട്, എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് ഞാൻ ശരിക്കും മനസ്സിലാക്കി വയ്ക്കുക. ഞാനെന്ന വ്യക്തി എന്താണ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടെങ്കിൽ മറ്റൊരാൾ നമ്മളെപ്പറ്റി ഇതുപോലെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അധികം വിഷമം തോന്നില്ല എന്നുള്ളതാണ്. അതും എപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒരു തൊട്ടാവാടി കാണുമ്പോഴാണ് ആൾക്കാർ എപ്പോഴും അതിനെ പോയി തൊടുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും തൊട്ടാവാടികളാവാതിരിക്കുക എന്നുള്ളതാണ്. ഇതുപോലുള്ള വിമർശനങ്ങളെ ഇമോഷണലി അല്ല, നമ്മൾ വിവേകപൂർവ്വമാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.